ആ കണ്ടു ഞങ്ങളുടെ സമുദായത്തിന് എല്ലാവർക്കും വളരെ ദുഃഖത്തിലാണ് ഞങ്ങൾ. പക്ഷേ കേരളത്തിൽ നല്ലൊരു ഒരു കാഴ്ചവെച്ച ഓരോ വ്യക്തികൾക്കും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഇത് തന്നെയാണ് നോക്കാതെ എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണുന്ന ഒരു എന്തായാലും ഈ മുദ്രാവാക്യം കുറച്ചപ്പുറം മാറിയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. അവിടെയാണ് കുറച്ചപ്പുറം മാറി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എന്തായാലും അവരോട് മാറി നിൽക്കാനെല്ലാം പറയുന്നത്. ചേട്ടാ എവിടുന്നാ വരുന്നേ? നമ്മൾ കന്യാകുമാരി മാർത്താണ്ഡം. ബി എസിനെ അറിയോ? അറിയാം. എങ്ങനെയാണ് നിങ്ങൾ അവിടെ ബി എസിനെ എങ്ങനെയാണ്? തമിഴ്നാട് ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അവിടെ മേൽപ്പുറം ഏരിയ കമ്മിറ്റിയായിട്ട് പ്രവർത്തിക്കുകയാണ്. പക്ഷേ ബന്ധം കൂടുതൽ കേരളത്തോട് അടുപ്പങ്ങളും ബന്ധങ്ങളും കൊണ്ട് സഖാവ് അവിടെ ഉള്ള എല്ലാ സമ്മേളനത്തിലും പങ്കെടുക്കാറുണ്ട്. മുമ്പേ നമ്മൾ അതിൽ കൂടെയാണ് സഖാവിനെ അറിയുന്നത്. സഖാവ് സാധാരണ പരിചയമുണ്ട്. മാർത്താണ്ഡത്തിൽ വെച്ച് സഖാവിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. സാവിൻ്റെ എങ്ങനെയാണ് മരണ വാർത്ത അറിഞ്ഞപ്പോൾ അവിടെ പ്രവർത്തകർക്ക് എന്താ വിഷമത്തിലാണോ? അവിടെ ഉള്ള ജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും സഖാവിനോട് ഒരുപാട് സ്നേഹവും ബന്ധവും ഉണ്ട്, ദുഃഖവും ഉണ്ട്. വളരെ തന്നെയാണോ? ഞാൻ പാർട്ടി പ്രവർത്തനം തന്നെ. പാർട്ടി അരിമനെ ഏരിയ കമ്മിറ്റി അംഗമാണ്. നമ്മളവിടെ വിഎസിനെ കണ്ടോ? അതോ കാണാൻ തന്നെ വന്ന് കാണാൻ പറ്റില്ല. കണ്ടിട്ടേ പോകും. നമ്മൾ കണ്ടിട്ടേ പോകും. കാഴ്ചയാണ്. അതായത് തമിഴ്നാട്ട് മാർത്താണ്ഡത്തിൽ നിന്നാണ് ഇവർ വന്നിരിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ അപ്പോൾ തന്നെ അവിടെ നിന്ന് നേരെ തിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഓരോ സ്ഥലത്തു നിന്ന് നമ്മൾ ആദ്യം കണ്ട ആൾ ആലപ്പുഴയിൽ നിന്ന്, തൊട്ട് പിന്നാലെ തിരുവനന്തപുരത്തും കൊല്ലത്തുനിന്നും ഈ കന്യാകുമാരിയിൽ നിന്നും വരെ ആളുകൾ എത്തി ഈ ഒരു ബി എസിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് അപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിക്കുകയും ഇവിടെ വീട്ടിന്റെ മുന്നിലെത്തി കാത്തു നിൽക്കുകയും ചെയ്യുന്നു. ഈ കാഴ്ചകൾ ഈ ഒരു പക്ഷേ വൈകാരികമായി എത്രത്തോളം എന്താണ് വി എസ് എന്നുള്ള ആ രണ്ടക്ഷരത്തിന്റെ ഒരു പക്ഷെ കേരളക്കര മാത്രമല്ല എന്നുള്ള ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ കണ്ട ആ രണ്ടും തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ.